ഏത് ഭാര്യയാണ് ഏറ്റവും നല്ലത്? എങ്ങനത്തെ ഭാര്യയാണ് നല്ലത്? ഈമാനുള്ള ഭാര്യ എന്ന് പറഞ്ഞ ആരാണ്? കുടുംബജീവിതത്തിന്റെ വിജയത്തിന്റെ ബേസ്മെന്റ് ഞാൻ പറഞ്ഞു തഖ്വയാണ്. നല്ല ഭാര്യയായി മാറുക, നല്ല ഭർത്താവായി മാറുക. യാ റസൂലല്ലാഹ് അയ്യുൻ നിസാഇ ഖൈറുൻ, ഏറ്റവും നല്ല ഭാര്യ അതാരാണ് നബിയേ? ഏറ്റവും നല്ല പെണ്ണ് അതാരാണ് നബിയേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. എന്റെ സദസ്സിൽ എന്നെ കേൾക്കുന്ന ഉമ്മമാര്, ആ 3 കാര്യമുണ്ടോ? നിങ്ങൾ ദീനുള്ള ഭാര്യയാണ്. നബി തങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ മറുപടി അല്ലതി തസുറുഹു ഇദാ നളറ ഇലൈഹാ, ഭർത്താവിന് സന്തോഷം കൊടുക്കുന്നവളാണ്. ഭർത്താവിലേക്ക്, സ്വന്തം ഭാര്യയിലേക്ക് ഭർത്താവ് നോക്കുമ്പോ സ്വന്തം ഭർത്താവിന് സമാധാനം കൊടുക്കുന്ന പെണ്ണാണ്. ഏറ്റവും ദീനുള്ള പെണ്ണാരാന്നാ ചോദിക്കുന്നത്. ഖൈറുള്ള പെണ്ണ്, അയ്യുൻ നിസാഇ ഖൈറുൻ, ഖൈറുൻ നിസാ, ഏറ്റവും ഉത്തമയായ അല്ലാഹുവിനെ ഭയമുള്ള ദീനുള്ള ഏറ്റവും നല്ല ഭാര്യ. നബി തങ്ങൾ പറഞ്ഞു 3 സ്വഭാവമുള്ളവളാണ്. ഒന്നാമത് പറഞ്ഞ സ്വഭാവം സ്വന്തം ഭർത്താവിനോട് സന്തോഷത്തിൽ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നവളാണ്. ഭർത്താവ് അവളെ കാണുമ്പോ ഭർത്താവിന് സമാധാനം തോന്നുന്നുണ്ടോ? അല്ലതീ തസുറുഹു ഇദാ നളറ ഇലൈഹാ, ഭർത്താവിന് സമാധാനം കൊടുക്കുന്നവളാണ്, സന്തോഷം കൊടുക്കുന്നവളാണ്. അതാണ് ദീനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഭാര്യ ആരെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തത്. അങ്ങനെ ആവണം എന്റെ ഉമ്മമാർ. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു വതുതീഉഹു ഇദാ അമറ, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നവളാണ്. 947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അനുസരിക്കാൻ എനിക്ക് പറ്റൂല എന്നല്ല പറയേണ്ടത്, ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് പോകാത്തവളാണ്. ഈ 3 സ്വഭാവമുണ്ടോ? ഈ 3 സൂക്ഷിക്കുന്നവളാണോ? അവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 ക്വാളിറ്റികളും ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്ക് ഉണ്ടാവണം. 3 ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ഒന്നാമത് പറഞ്ഞത് ഭർത്താവിന് സമാധാനം കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നു. നബി തങ്ങളോട് ചോദിച്ചു ഭർത്താവിനോടുള്ള കടമയെന്ത്? നബി തങ്ങൾ പറഞ്ഞത് ഭർത്താവിന്റെ ശരീരത്തിൽ ചീഞ്ചലമാണ്, അത് മുഴുവനും നീ ഒപ്പിയെടുത്താലും, ഭർത്താവിനോടുള്ള നാവ് കൊണ്ട് ഒപ്പിയെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീരൂല. ഉമ്മമാരെ, അങ്ങേയറ്റം കടപ്പാടുകൾ വളരെ പ്രധാനമാണ്. അത് സീരിയസ് ആയിട്ട് തന്നെ എൻ്റെ എല്ലാ ഉമ്മമാരും എടുക്കണം. അല്ലാതെ ഒന്ന് പറഞ്ഞാൽ 4 തിരിച്ചു പറഞ്ഞ് എപ്പോഴും വേദനിപ്പിക്കുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പെണ്ണ്, നബി ഏറ്റവും കൂലി കിട്ടുന്ന അമൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുന്നത് മോളെ നിസ്കാരമാണ് ഏറ്റവും കൂലിയുള്ളത്. അസ്സലാത്തു അലാ വഖ്തിഹാ അവ്വലി വഖ്തിഹാ, അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ്. രണ്ടാമത് നബി തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞത് റമളാനിൽ നോമ്പ് നോൽക്കലാണ്. മൂന്നാമത് ഭർത്താവിന് സമാധാനം കൊടുക്കലാണ്. ഏറ്റവും കൂലിയുള്ള അമൽ അതാണ്. 1 നിസ്കാരം, 2 റമളാനിലെ നോമ്പ്, 3 സ്വന്തം ഭർത്താവിന് കൊടുക്കുന്ന സമാധാനം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മറ്റു കർമ്മങ്ങളെക്കാൾ കൂലി ഭർത്താവിന് സമാധാനം കൊടുത്താലാണ്. ഒരു പെണ്ണ് നബി തങ്ങളുടെ മുന്നിലേക്ക് വന്ന്, നബിയേ എന്റെ നോമ്പ് എന്റെ ഭർത്താവ് ഫസാദാക്കി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു മോളെ എന്തു പറ്റി, എന്ത് ഫസാദാക്കിയതാണ്? ഇപ്പൊ റമളാൻ ഒന്നും അല്ലല്ലോ. പെണ്ണ് പറഞ്ഞു നബിയേ എന്റെ സുന്നത്ത് നോമ്പ് എന്റെ ഭർത്താവ് ഫസാദാക്കി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് ആ പെണ്ണ് എന്റെ ഭർത്താവിനെ ഒന്ന് ഉപദേശിക്കണം. നബി തങ്ങൾ പറഞ്ഞു മോളെ എന്താണ് സംഭവിച്ചത്? പെണ്ണ് പറഞ്ഞു യാ റസൂലല്ലാഹ്, ഞാൻ സുന്നത്ത് നോമ്പ് എടുത്തിരിക്കെ ഉച്ച സമയത്ത് എന്റെ ഭർത്താവ് ഞാനുമായി ശാരീരിക ബന്ധം നടത്തി നബിയെ. ഞാൻ വിസമ്മതിച്ചിരുന്നു, പക്ഷേ ഭർത്താവ് കേട്ടിട്ടില്ല. നിർബന്ധിച്ച് എന്നെ, സുന്നത്ത് നോമ്പുകാരിയായ എന്നെ ഉച്ച സമയത്ത് എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, എന്റെ നോമ്പ് ഫസാദാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി മോളെ, നീ നോറ്റ നോമ്പിനേക്കാൾ അല്ലാഹു നിനക്ക് പ്രതിഫലം തരുന്നത് നിന്റെ ഭർത്താവിന് ആ സമയത്ത് കൊടുത്ത സന്തോഷത്തിനാണ്.
നിന്റെ സുന്നത്ത് നോമ്പിനേക്കാൾ വലുത് നിന്റെ ഭർത്താവിന് കൊടുത്ത സമാധാനമാണ്. ഈ വിഷയമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധരായ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു പെണ്ണ് സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവുണ്ടെങ്കിൽ, ഭർത്താവിന് ഉച്ചക്കോ വൈകുന്നേരമോ ആ ഭർത്താവിന്റെ പേഴ്സണലായ ശാരീരികമായ കാര്യം പറഞ്ഞാൽ അവിടെ നോമ്പ് മുറിക്കൽ വുജൂബാൻ. അങ്ങനത്തെ സീസണിൽ സമയത്ത് സുന്നത്ത് നോമ്പെടുക്കാൻ ഭർത്താവിന്റെ സമ്മതം വേണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം പോലും പറയുന്നത്. വിശദമായി ഞാൻ പറയുന്നില്ല, സമയം ഒരുപാട് വൈകി. എന്റെ പൊന്നുമ്മമാരെ, വളരെ സ്നേഹത്തോടെ പറയാൻ, സുന്നത്ത് നോമ്പുകാരിയായിരിക്കെ നോമ്പ് ഭർത്താവുമായിട്ടുള്ള ബന്ധപ്പെടലിന് ശേഷം ബാത്തിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, മോളെ നീ നോറ്റ സുന്നത്ത് നോമ്പിനേക്കാൾ നിനക്ക് അല്ലാഹു കൂലി തന്നത് നിന്റെ ഭർത്താവിന് ആ സമയത്ത് കൊടുത്ത സന്തോഷമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, നിനക്ക് നോമ്പിന്റെ കൂലിയും കിട്ടി, അതിനേക്കാൾ കൂലി ഭർത്താവിന് സന്തോഷിപ്പിച്ചപ്പോ കിട്ടി എന്നാണ്. ഉമ്മു സലമ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവമുണ്ട്. ഉമ്മു സുലൈം അവരുമായി ബന്ധപ്പെട്ടതുണ്ട്. മഹാനായ അബൂ ത്വൽഹ തങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ ആ സ്ത്രീകളോടൊക്കെ പറഞ്ഞത്. അബൂ ത്വൽഹയെ സംബന്ധിച്ച് ഭാര്യ പരാതി പറഞ്ഞതും ഇതേ സംഭവം. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പരാതി, ഒരുപാട് മഹാന്മാരുടെ ഭാര്യമാരുടെ ഇത്തരം ചില പരാതികളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വാസമായിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ആ ചെയ്ത കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടം നിങ്ങളുടെ ഭർത്താവിന് കൊടുത്ത സന്തോഷമാണ്. സ്വന്തം മോന് മരിച്ചു കിടക്കുന്ന അന്ന് രാത്രി ഭർത്താവിനോട് അത് പറയാതെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച ഭാര്യയുണ്ട്. അവരെ പറ്റി ഭർത്താവ് നബി തങ്ങളോട് പരാതി പറഞ്ഞു, നബിയേ എന്റെ ഭാര്യ ഇമ്മാതിരി ഒരു വൃത്തികേട് ചെയ്തു നബിയേ. നബി തങ്ങൾ പറഞ്ഞത്, മോനെ നിന്റെ ഭാര്യ ചെയ്തതാണ് ശരി, ആ ഭാര്യക്കാ നബി തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. മോ മരിച്ചെടുക്കാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച ഒരു പെണ്ണിനെ നബി തങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇതാണ് ഉമ്മമാരെ ദീന്. ആ 4 കാര്യം നേരത്തെ പറഞ്ഞത് ഗൗരവത്തോടെ മനസ്സിലാക്കണം. ആധുനികതയും ലിബറലിസവും ഫെമിനിസവും അതുപോലെ യുക്തിവാദവും ആധുനികവാദങ്ങളൊക്കെ കണ്ട്, ഇൻസ്റ്റഗ്രാം കണ്ട്, യൂട്യൂബ് കണ്ട് സ്വന്തം ഭർത്താവിന്റെ വല്ലാതെ വേദനിപ്പിക്കാൻ നിന്നാൽ നിങ്ങളുടെ ദുനിയാവും ആഖിറവും ബാത്തിലായി പോകും, നഷ്ടപ്പെട്ടു പോകും. ലാ ശക്ക ഫീ. ദീനാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്നുമ്മമാരോട് വളരെ സ്നേഹത്തോടെ. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നിസ്കാരവും നോമ്പും. അത് കഴിഞ്ഞാൽ വ്യഭിചരിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ജീവിതം. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഭർത്താവിനോടുള്ള വിഷയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂലി കിട്ടുന്നത് 3 കാര്യമാണ്. ഒന്ന് നിസ്കാരം, പിന്നെ നോമ്പ്, പിന്നെ ഭർത്താവിന് സന്തോഷം. അപ്പൊ നിങ്ങളുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കലാണ് ഏറ്റവും പ്രധാനം. നിസ്കാരം നോമ്പ് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ സാധാരണ പതിവാക്കുന്ന ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അതല്ലാതെ നിങ്ങൾ ഒരു ദിവസം രാവിലെ യാസീൻ ഓതാൻ കുത്തിരിക്കാൻ, ആ നേരത്താണ് നിങ്ങളുടെ ഭർത്താവ് റൂമിലേക്ക് വിളിക്കുന്ന ഒരു കാര്യം. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാമിന്റെ നിയമം എന്താണ്? അവിടെ ഇരുന്ന് ഓതലാണോ കൂലി കിട്ടുന്നത്, അതല്ല ഭർത്താവ് പറഞ്ഞത് കേൾക്കലാണോ? ലാ ശക്ക ഫീഹി. സംശയമില്ല, അവിടെ ഭർത്താവിനനുസരിക്കൽ നിർബന്ധമാണ്. സുന്നത്ത് നോൽക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണമെന്നല്ലയോ? അല്ലാതെ അങ്ങനെ ദീന് കൃത്യമായി ആ വിഷയം പറഞ്ഞു, അത്രക്ക് പ്രാധാന്യമുള്ളതാണ്. അല്ലാതെ തോന്നിയ പോലെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം കുറെ ദിക്റിലിട്ട് അത് അള്ളാന്റെ പരലോകത്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ, പരിഹരിക്കാൻ സാധ്യമല്ല. ഇത് ഉമ്മമാര് ഗൗരവത്തോടെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. 10